ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഡേ ഒരു കോൾഡ് കോഫി വെച്ചിട്ടാണ് തുടക്കം. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലഞ്ച് ഒരു വ്ളോഗാക്കിയാലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അതാ അരി ഇടുക കേട്ടോ. ഞാൻ അരി ഇട്ടതാ ഗ്യാസിലൊക്കെ വെച്ചു. അതിന് ശേഷം ബീട്രൂട്ട് ഉണ്ടായിരുന്നു. ബീട്രൂട്ട് നമുക്ക് തോരനാക്കാമെന്ന് ഓർത്ത് ഈ മിക്സറിലിട്ട് പൊടിച്ചെടുത്ത സംഭവം പെട്ടെന്ന് റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് അവിടെ വിസിൽ വന്ന് റെഡിയായിട്ടോ. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കിയാലോ. പാത്രം വയ്ക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് ഉഴുന്ന് പരിപ്പ്. പിന്നെ കുറച്ച് കരിവേപ്പിലയും അതേപോലെ തന്നെ സവാളയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഉപ്പും കൂടി കുറച്ച് ഇട്ടിട്ട് വഴറ്റുക കേട്ടോ. അത് വഴറ്റിയതിന് ശേഷം ഞാൻ കുത്തുമുളകാണ് ആഡ് ചെയ്യുന്നത് ഒരു എരിവിന് വേണ്ടിയിട്ട്. ബീട്രൂട്ട് കുറച്ച് മധുരമുള്ള സംഭവമല്ല. അപ്പോൾ ഞാൻ അതും ആഡ് ചെയ്ത് അതും മിക്സ് ചെയ്ത് ഒക്കെ മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് പകുതി മുക്കാലും വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ മിഡിലിൽ നിന്ന് കുറച്ച് മാറ്റി തേങ്ങയും കൂടി ആഡ് ചെയ്ത് പിന്നെ അതവിടെ മിക്സ് ചെയ്ത് മൂടി വെച്ചു. സംഭവം അവിടെ ഇപ്പോൾ തന്നെ റെഡിയാവും. പിന്നെ നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാൻ കുറച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ റെഡിയായി. അത് നമുക്ക് വറുക്കാം. ചോറൊക്കെ വാർത്ത് ഞാൻ എടുത്തു വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തിരിച്ചു പോയാലോ. ഉള്ളിക്കറിയോ ഉള്ളിത്തീയലിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വിളിക്കാം കേട്ടോ. അങ്ങനെ പാത്രം വെക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിച്ചു, കരിവേപ്പില ഇട്ടു, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. ഇത് ഉള്ളിക്കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം സവാള ഇതിന് വേണം. ഉള്ളിക്കറി എന്ന് പറയുമ്പോൾ എല്ലാവരും ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ ഇവിടെ സവാള വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് വഴറ്റാനിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് പുളിയും വെള്ളത്തിലിട്ടായിരുന്നു. ഇത് തേങ്ങ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി പിന്നെ പറയാം. ഇത് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അരച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാള അവിടെ വഴണ്ടി വന്നിട്ടുണ്ടായി. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് നമ്മളൊന്നും കൂടി അത് വഴറ്റുവാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ഇടുന്നുണ്ട്, ഒരു ചെറിയ തക്കാളി. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. അതിന് ശേഷം അത് മൂടി വെച്ചു. ഒന്ന് വഴണ്ടി വരാനായിട്ട് അത് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് അതും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ പുളി വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കൊരു നുള്ളു പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നു, എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് മീൻ മുളക് വെറ്റി വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അതിനുശേഷം നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് താളിച്ചാലോ. കടുക് പൊട്ടിക്കുന്നു, എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സവാള ഇട്ടു. പിന്നെ കുറച്ച് കുത്തുമുളകും കൂടി ആഡ് ചെയ്ത് ഞാനത് വഴറ്റി വെച്ചിരുന്നു. നമ്മുടെ തൈര് ഞാൻ നേരത്തെ അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മിക്സ് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തൈരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സൂപ്പർ ഈസി റെസിപ്പിയാണ്. വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറ് തിന്നാനായിട്ട്. ഞാൻ മിക്കപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം. മീൻ മുളക് വെച്ചിരുന്നത് നമുക്ക് പൊരിക്കാം. അത് പൊരിച്ച് വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. പാത്രം പോയി കഴുകാം. മീൻ റെഡിയായി വരുമ്പോഴത്തേക്കും. അതിനുശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് തുടയ്ക്കുന്നു. പിന്നെ സിങ്ക് ഒന്ന് സോപ്പിട്ട് കഴുകി. അതിനുശേഷം എൻ്റെ കുളി നനയൊക്കെ കഴിഞ്ഞ് ചോറ് തിന്നാൻ വേണ്ടി ഞാൻ ഓടിട്ടോ ഗൈസ്. അങ്ങനെ ചോറ് തിന്നാൻ വേണ്ടി പോയപ്പോൾ അവിടെ അടിപൊളി ചോറ്, മീൻ പൊരിച്ചത്, തോരൻ, ഉള്ളിത്തീയൽ, തൈര് കാച്ചിയത്, പിന്നെ അച്ചാർ. അടിപൊളിയായിരുന്നു ഗൈസ്.